പ്രധാന കാര്യം ഇയാൾ ജയിൽ വേഷത്തിൽ തന്നെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ജയിൽ വേഷത്തിൽ ഇയാൾ രക്ഷപ്പെടുമ്പോൾ വേഷം മാറാനുള്ള സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഈ ഗോവിന്ദചാമിയുടെ പുതിയ ഫോട്ടോയുണ്ട്. അത് നേരത്തെ ഗോവിന്ദചാമിയുടെ നമ്മൾ നേരത്തെ മാധ്യമങ്ങളിലൊക്കെ വന്ന ഗോവിന്ദചാമിയുടെ ഫോട്ടോയുമായി ഒട്ടും ബന്ധമില്ലാത്തതാണ്. കാരണം ജയിൽ ജീവിതം അയാളെ ആ തരത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും എളുപ്പമല്ല. കാരണം ഇയാൾക്കൊരു വല്ലാത്ത രൂപമാറ്റമൊക്കെ സംഭവിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതനുസരിച്ചൊക്കെ നോക്കിയാൽ എന്താണ് ഇയാൾ, ഏത് തരത്തിലാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുക എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുരക്ഷാ വീഴ്ച വലിയ ഗുരുതരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, അതനുസരിച്ചുള്ള തെരച്ചിലുണ്ട്. ഏതായാലും വിഷയം വലിയ ഗൗരവമായി പോലീസ് എടുത്തിട്ടുണ്ട്. വ്യാപകമായ തെരച്ചിൽ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇയാൾ രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും, ഏത് തരത്തിലൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ പരിശോധനയുണ്ട്. രക്ഷപ്പെട്ടാൽ തന്നെ എങ്ങോട്ടേക്ക് ഇയാൾ മൂവ് ചെയ്യാനുള്ള പശ്ചാത്തലമുണ്ട് എന്നത് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൈ മാത്രമേ ഉള്ളൂ. ഈ കൈ ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് ഇയാളെ തിരിച്ചറിയാനൊക്കെ ജനത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഇപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട അലേർട്ടുകളും മുന്നറിയിപ്പുകളും പോലീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. കാരണം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഈ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിയാണ് ആദ്യം നമുക്കറിയാം ഇയാളുമായി ബന്ധപ്പെട്ട വധശിക്ഷ പ്രഖ്യാപിച്ചത്. തുടർന്ന് ഗോവിന്ദചാമി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ബെഞ്ച് ഇയാളെ 7 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ടൈം ലൈൻ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയാലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇങ്ങനെ എല്ലാ രീതിയിലുള്ള അന്വേഷണവും പഴുതടച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ കമ്പി മുറിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്നത് ഒറ്റക്കൈരായ ഒരാൾക്ക് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒന്നാണോ എന്ന ചോദ്യം ഉയരുന്ന സാഹചര്യമുണ്ട്. അത് ഗോവിന്ദചാമിയെ പോലെ ഒറ്റക്കൈരായ ഒരാൾക്ക് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ജയിൽ ഒന്നാമത്തെ മതിൽ ചാടി ഫെൻസിംഗ് ഉള്ള ഭാഗത്തേക്ക് കടക്കുക എന്നുള്ളതും അയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമാണോ? ഒറ്റക്കൈരായതുകൊണ്ട് തന്നെ അതും പരിശോധിച്ച് വരികയാണ്. സ്വാഭാവികമായും CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ കൃത്യമായി തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ പരിശോധിക്കുകയാണ്. ആര്യ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കയ്യനായിട്ടുള്ള ഈ വ്യക്തി ഈ ദൗത്യം എങ്ങനെ നടപ്പാക്കി എന്നതാണ് കേരള സമൂഹത്തിന് ഒന്നാകെ ഇപ്പോൾ മുന്നിലുള്ള സംശയം. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. രഞ്ജിത്ത് തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം ടോം കുര്യാക്കോസും കണ്ണൂരിൽ നിന്ന് KV ബൈജു കൂടി ചേരുകയാണ്. ആദ്യം ടോം കുര്യാക്കോസിലേക്ക് പോകുന്നു. ടോം, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മീറ്റർ നീളമുള്ള ഉയരമുള്ള ഒരു മതിൽ, അത് ഈ വടം കെട്ടിയിരിക്കുന്നത് തുണികൾ കൂട്ടിക്കെട്ടിയാണ്. ഒരു ഇലക്ട്രിക് ഫെൻസിംഗിൽ കെട്ടിയാണ് ഈ വടം പുറത്തേക്ക്, അത്തരത്തിലാണ് ഈ ദൗത്യം ഈ ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കൃത്യസമയത്ത് ഈ ഇലക്ട്രിക് ഫെൻസിംഗിലെ വൈദ്യുതി പ്രവാഹം എങ്ങനെ നിലച്ചു? ആരെങ്കിലും അത് ഓഫ് ചെയ്ത് കൊടുത്തതാണോ? അല്ലെങ്കിൽ ഗോവിന്ദചാമിക്ക് അത് ഓഫ് ചെയ്യാൻ തക്ക വിധം എങ്ങനെ അത് സാധിച്ചു? ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. തീർച്ചയായും ആര്യ, കാരണം ഈ കേസിന്റെ പശ്ചാത്തലവും പരിശോധിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റക്കയ്യനായ ഈ ഗോവിന്ദചാമി എങ്ങനെയാണ് ഒരു യുവതിയെ കൊലപ്പെടുത്തി, അതായത് ബലാത്സംഗത്തിനിടെ കൊലപ്പെടുത്തുക എന്ന ചോദ്യം പോലും സുപ്രീം കോടതി ഉന്നയിച്ചതാണ്. അങ്ങനെ ഒരു ഒറ്റക്കൈനായ ഗോവിന്ദചാമിക്ക് എങ്ങനെയാണ് അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും ഇത്രയ്ക്കും അതിവിദഗ്ധമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞത്, ജയിൽ ചാടാൻ കഴിഞ്ഞത് എന്ന സംശയവും സ്വാഭാവികമായും ഉയർന്നു വരാം. അതല്ലെങ്കിൽ ആ ഒറ്റക്കൈ കൊണ്ട് അതിവിദഗ്ധമായി ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ ഇതേ രീതിയിൽ തന്നെ ഈ തന്ത്രപരമായി നീക്കങ്ങൾ നടത്താനും സാധിക്കാം. അങ്ങനെ പല സംശയങ്ങളും പല ചോദ്യങ്ങളും എന്തായാലും ഉയരുന്നുണ്ട്. ഈ ഒരു കേസ്, അതായത് സൗമ്യ വധക്കേസ്, കേരള മനസാക്ഷി അങ്ങേറ്റം ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. നമുക്കറിയാം 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്നും ഷൊർണൂർക്ക് പോകുകയായിരുന്ന തീവണ്ടിയിൽ, അതായത് ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി സൗമ്യയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു അന്ന് പുറത്തു വന്ന വിവരങ്ങൾ. അതായത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരണമടയുന്നു. ചോരവാർന്ന അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ ഗോവിന്ദചാമി ക്രൂരപീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ആക്രമണത്തിൽ സൗമ്യയുടെ താടിയെല്ല് തകരുകയും പല്ലുകൾ അടർന്നു പോവുകയും ശരീരത്തിന് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തിരുന്നു. ശരീരത്തിലെ മിക്ക അവയവങ്ങൾക്കും
ക്ഷതമേറ്റിരുന്നു. പോലീസ് ഗോവിന്ദസ്വാമിയെ പിടികൂടുമ്പോഴും ചെറുത്തുനിൽപ്പിനായി സൗമ്യ മാന്തി മുറിച്ചതിൽ 27 പോറലുകൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് തൃശൂർ അതിവേഗ കോടതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുന്നത്. പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്ന 15 കുറ്റങ്ങളിൽ കൊലപാതകം, ബലാത്സംഗം, മോഷണം തുടങ്ങിയവ സംശയാതീതമായി തെളിയിക്കാൻ അന്ന് പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ അതിവേഗ കോടതി ഗോവിന്ദസ്വാമിക്ക്, അതായത് 2011 നവംബർ 11 ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ഈ ഒരു കേസ് നടന്നു, ഈ സംഭവം നടന്നു 1 വർഷം തികയും മുൻപ് തന്നെ കേസിലെ പ്രതിയായിട്ടുള്ള ഈ ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വിധിക്കാൻ അന്ന് പ്രോസിക്യൂഷന് കോടതിക്ക് കഴിഞ്ഞിരുന്നു. കേസ് അന്വേഷിച്ച പോലീസുകാരും പിന്നീട് ഈ കീഴ്ക്കോടതിയുമെല്ലാം അതിവിദഗ്ധമായി തന്നെയാണ് തെളിവുകൾ അക്കമിട്ട് നിർത്തിയെന്ന് കോടതിയിലും ഈ കേസുകളുടെ വിചാരണ നടപടികളൊക്കെ അന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ഗോവിന്ദസ്വാമിക്ക് ശിക്ഷ വിധിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ തൃശൂർ അതിവേഗ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി അന്ന് ശരിവെക്കുകയും ചെയ്തതാണ്. എന്നാൽ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ പിന്നീട് ആ കേസ് മാറി മറിയുന്നു. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിധിച്ച തൂക്കുകയറ്, അതായത് വധശിക്ഷ സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴേക്കും പ്രതിക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നു. ഈ അപ്പീലിൽ സുപ്രീം കോടതിയിൽ കൊലപാതക കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇതോടെ വധശിക്ഷ പിന്നീട് 7 വർഷത്തെ കഠിന തടവായി കുറയ്ക്കുകയാണുണ്ടായത്. ഒപ്പം തന്നെ ഈ സുപ്രീം കോടതി ബലാത്സംഗ കുറ്റം അംഗീകരിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന ഈ സൗമ്യയോട് കാണിച്ച ക്രൂരത കണക്കിലെടുത്ത് ജീവപര്യന്തം തടവ് ശിക്ഷയും അംഗീകരിച്ചു. 2 ശിക്ഷകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നായിരുന്നു അന്ന് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയെങ്കിലും അത് അംഗീകരിക്കാനെന്ന് സുപ്രീം കോടതി തയ്യാറായില്ല. അങ്ങനെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസ് അന്ന് അഡ്വക്കേറ്റ് BA ആളൂരായിരുന്നു ഗോവിന്ദസ്വാമിക്ക് വേണ്ടി തൃശൂർ അതിവേഗ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ പ്രതിക്ക് വേണ്ടി അന്ന് ഹാജരായത്. ഇപ്പോൾ നമുക്കറിയാം BA ആളൂര് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം മരണപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഈ ഗോവിന്ദസ്വാമി ജയിലിൽ നിന്നും ഇത്ര അതിവിദഗ്ധമായി അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ പല ചോദ്യങ്ങളും അന്ന് സുപ്രീം കോടതി ഉന്നയിച്ച പല ചോദ്യങ്ങളും വീണ്ടും സ്വാഭാവികമായും ഉയർന്നു വരാം. എങ്ങനെയാണ് ഈ ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരു പെൺകുട്ടിയെ ഇത്രയ്ക്ക് ഒരു കൊലപ്പെടുത്താൻ കഴിയുന്നത്? അന്ന് സാക്ഷിമൊഴികളില്ലായിരുന്ന കേസായിരുന്നു, ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കേസ് തെളിയിക്കാൻ, അതായത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും എന്ന കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞത്. പക്ഷെ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, ഒറ്റക്കയ്യനായ ആൾ എങ്ങനെ കൊലപ്പെടുത്തി. കാരണം ട്രെയിനിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ അന്ന് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം ഇതായിരുന്നു, ഈ രീതിയിൽ ഒരു ബലാത്സംഗ ശ്രമത്തിനിടെ സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടുന്നു, അതിനുശേഷമാണ് ഈ ബലാത്സംഗം ഉണ്ടായത്. ട്രെയിനിൽ ചാടിയ ആഘാതത്തിലാണ് സൗമ്യയുടെ മരണം സംഭവിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതായത് കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്ന് അന്ന് പ്രതിഭാഗം വാദിച്ചതാണ്. പക്ഷേ ഈ ഒറ്റക്കയ്യനായിട്ടുള്ള വ്യക്തി സ്വാഭാവികമായും അയാൾ കരുത്തനാണ്. അയാൾ ശാരീരികമായി കരുത്തനായിട്ടുള്ള വ്യക്തിക്കും ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ സംഭവത്തോടു കൂടിയും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും ഈ വടം ഉപയോഗിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒറ്റക്കയ്യനായ വ്യക്തി സ്വാഭാവികമായും കരുത്തനാകാം. അതല്ലെങ്കിൽ മറ്റൊരാളുടെയെങ്കിലും കൃത്യമായ ഒരു സഹായം ഗോവിന്ദസ്വാമിക്ക് ലഭിച്ചിട്ടുണ്ടാകാം. എന്തായാലും പോലീസ് ഗോവിന്ദസ്വാമിക്ക് വേണ്ടി വല വിരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടിട്ട് ഏതൊക്കെ ഭാഗങ്ങളിലേക്കാകാം പോയത്, ഈ സാധ്യതകളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുകയാണ്, തെരച്ചിൽ പുരോഗമിക്കുകയാണ്. KV ബൈജു കൂടി നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. ബൈജു, കണ്ണൂർ നഗരത്തിൽ അടക്കം വ്യാപകമായ പരിശോധന പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഈ അന്വേഷണം, തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ആര്യ, നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ഈ ഗോവിന്ദസ്വാമിക്കായി കണ്ണൂരും പരിസര പ്രദേശങ്ങളിലും എല്ലാം വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച ജയിലധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഇതിന് ലഭിച്ചിട്ടുണ്ടെന്ന ഒരു സൂചന പോലും ഇതിൽ ലഭിക്കുന്നുണ്ട്. കാരണം D ബ്ലോക്ക് നമുക്കറിയാം, അത്രത്തോളം സുരക്ഷ ഉള്ള ഒരു ബ്ലോക്കാണ് D ബ്ലോക്ക്. ആ D ബ്ലോക്കിൽ നിന്നും ഗോവിന്ദസ്വാമി എങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ്. ഏതായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം കണ്ണൂരും പരിസര പ്രദേശങ്ങളിലും നൽകിയിട്ടുണ്ട്. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത
ഒരു വ്യക്തിയാണ് ഗോവിന്ദചാമി. അത്രത്തോളം സ്ത്രീകൾ ഉൾപ്പെടെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. 1:10 പുലർച്ചെ 1:10 ഇത്തരത്തിൽ ജയിൽ ചാടിയെന്ന സ്ഥിരീകരണമാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജുമായി അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ വളരെ പെട്ടെന്ന് ആകും. കാരണം ഈ കൈ സുഖമില്ലാത്ത ഒരാളാണ്, ഒരു കൈപ്പത്തി ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ വളരെ പെട്ടെന്നാകും. ആ രീതിയിൽ പരിശോധന നടത്തുന്നു. ഒപ്പം കർണാടകയിലും തമിഴ്നാട്ടിലേക്കും കടക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഇയാൾ മൈസൂറുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. പുറത്തുനിന്നും കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട്. വാഹനം ഉൾപ്പെടെ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇയാൾ ഈ വസ്ത്രം അത് കയറ് പോലെയാക്കി ഡി ബ്ലോക്കിൽ ഒരു മതിലുണ്ട്. ആ മതിലും കടന്ന് അതിനപ്പുറമുള്ള ഫെൻസിംഗ്, ഇലക്ട്രിക് ഫെൻസിംഗ് ആണ്. ആ ഇലക്ട്രിക് ഫെൻസിംഗിൽ വൈദ്യുതി ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് കൃത്യമായ ജയിൽ അധികൃതരിൽ നിന്നുള്ള ഒരു ഇത്തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് പോലീസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഇയാളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കൊടും ക്രിമിനലാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശങ്ങളിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് കൃത്യമായി ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ജയിൽ DIG ഇന്ന് സന്ദർശനം ഉണ്ടാവാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം. അതും ഇയാൾക്ക് അനുകൂല ഘടകമായി ഉപയോഗിച്ചെന്ന് വേണം കരുതാൻ. എന്തായാലും ജയിലിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശ കൂടി ഇതിനുണ്ട് എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. ട്രെയിനുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ